Good morning. Good morning. നാളെ ക്ലാസ് ഇല്ല കേട്ടോ. ഇൻഫർമേഷൻ പറഞ്ഞിരുന്നോ? സന്തോഷായില്ലേ? ഇനി സാറ്റർഡേ വെക്കോന്നൊന്നും അറിയില്ല കേട്ടോ. ഈ ഫ്രൈഡേത്തുള്ള സാറ്റർഡേ വെക്കോന്നും അറിയില്ല. ഓക്കെ, അത് വേണോന്ന് ചോദിച്ചാ നമ്മളല്ലല്ലോ. ചിലപ്പോ ഉണ്ടാവും, ചിലപ്പോ ഉണ്ടാവില്ല. ഇനി അടുത്ത ആഴ്ചയൊക്കെ കുറെ ഒഴിവ് വരില്ലേ നിങ്ങൾക്ക്? ഓണം വെക്കേഷൻ ഒക്കെ വരില്ലേ? ഓണം വെക്കേഷൻ വെച്ചാ ഏതെങ്കിലും 2-3 ദിവസം കേട്ടാ. ഓക്കെ, നമ്മള് പ്രീ ഡിസാസ്റ്റർ ഫേസ് കംപ്ലീറ്റ് ചെയ്തു അല്ലേ? നെക്സ്റ്റ് വരുന്നത് ഡിസാസ്റ്റർ ഫേസ് ആണ്. ഡിസാസ്റ്റർ ആക്ടിവേഷൻ. ഡിസാസ്റ്റർ ഫേസ് മീൻസ് എന്താണ്? ഡിസാസ്റ്റർ ഫേസ് എന്ന് പറയുന്നത് ദുരന്തം ഉണ്ടാകുന്ന ആ ഒരു ദിവസം അല്ലെ, ആ ഒരു ദുരന്തം ഉണ്ടാകുന്ന ആ ഒരു ടൈമാണ് അല്ലെ. യെസ്, ഡിസാസ്റ്റർ ആക്ടിവേഷൻ. ഫസ്റ്റ് വൺ, ഡിസാസ്റ്റർ ആക്ടിവേറ്റ് ചെയ്യണം അല്ലെ. അത് നടക്കുന്ന ടൈമിൽ അതിന് ആക്ടിവേഷൻ കൊടുക്കണം. എങ്ങനെയാണ്? ഓർഡർ ആൻഡ് മൊബിലൈസേഷൻ ഫേസ്, plans for alerting the disaster committee staff. Disaster committee staff ഇവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. Disaster committee staff, other facilities, we have phone, paging and mobilizing resources to suitable activated areas. നമ്മൾ ആ ഡിസാസ്റ്റർ ഫേസിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്കറിയാം ഓരോ ഏരിയാസ് നമ്മൾ ജോബ് കാർഡ്സ് അല്ലെങ്കിൽ പ്ലാനിങ് കാർഡ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പ്രധാനപ്പെട്ട ഏരിയാസിലെല്ലാം തന്നെ ഇത് ആക്ടിവേറ്റ് ചെയ്യണം. പ്ലാനിങ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യേണ്ടത്, ഡിസാസ്റ്റർ ആക്ടിവേഷൻ ചെയ്യേണ്ടതുണ്ട്. അതാണ് ഡിസാസ്റ്റർ മൊബിലൈസേഷൻ ഫേസ് എന്നതിന് പറയുന്നത്. ഓക്കെ, ഈ മൊബിലൈസേഷൻ ഫേസിൽ പ്രധാനപ്പെട്ട ഏരിയാസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? അലേർട്ടേഷൻ നമ്മൾ കൊടുക്കേണ്ട പ്രധാനപ്പെട്ട ഏരിയാസ് ഏതൊക്കെയാണ്? ഒന്ന്, ഡിസാസ്റ്റർ കമ്മിറ്റി സ്റ്റാഫുകൾ, അതർ ഫെസിലിറ്റീസ്, ഫോൺ, പേജിംഗ് ആൻഡ് മൊബിലൈസ്ഡ് റിസോഴ്സസ് ടു സ്യൂട്ടബിൾ ആക്ടിവേറ്റഡ് ഏരിയാസ്. അപ്പൊ മിക്ക ഏരിയാസ്, പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മൾ എന്താണ് ആദ്യമായിട്ട് തന്നെ എന്ത് ചെയ്യണം? ഡിസാസ്റ്റർ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ബാക്കി പുറകെ വരുന്നുണ്ട്, പറഞ്ഞുതരാം. ഓക്കെ, ഇൻസിഡന്റ് കമാൻഡർ. ഇൻസിഡന്റ് കമാൻഡറുടെ ഡ്യൂട്ടി എന്താണ്? അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? Incident commander, and incident commander who must be free to command and coordinate the overall disaster response must be appointed by hospital administration. Example, an emergency department physician with the emergency medical services. Incident commander എന്താണ് ചെയ്യുന്നത്? കമാൻഡ് കൊടുക്കണം അല്ലെ, അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായി, എമർജൻസിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഡിസാസ്റ്റർ റെസ്പോൺസിന്റെ കോർഡിനേഷൻ ആണ് അദ്ദേഹം ചെയ്യുന്നത്. അതായത് ഏതൊക്കെ ഏരിയാസിൽ ആരെയൊക്കെ നിർത്തണം, ആരെയൊക്കെയാണ് പൊസിഷനിങ് ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ആരെയൊക്കെ അപ്പോയിന്റ്മെന്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഓവറായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത് കമാൻഡ് പുറപ്പെടുവിക്കുന്നത് ആരാണ്? ഇൻസിഡന്റ് കമാൻഡർ ആണ് അല്ലെ. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഫിസിഷ്യൻ വിത്ത് എമർജൻസി മെഡിക്കൽ സർവീസസ്. എന്താണ്? ഇൻസിഡന്റ് കമാൻഡറിന്റെ നിർദ്ദേശപ്രകാരം എമർജൻസി ഡിപ്പാർട്ട്മെന്റിലുള്ള ഫിസിഷ്യൻ എവിടെയായിരിക്കണം വർക്ക് ചെയ്യേണ്ടത്? എമർജൻസി മെഡിക്കൽ സർവീസിനകത്തേക്ക് വർക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അദ്ദേഹം അനൗൺസ് ചെയ്യും അല്ലെ, അല്ലെങ്കിൽ കമാൻഡ് കൊടുക്കും, ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഈ ഡിപ്പാർട്ട്മെന്റിനകത്തേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകേണ്ടതുണ്ടെന്നുള്ള രീതിയിൽ നിർദ്ദേശങ്ങൾ കൊടുക്കും, കമാൻഡ് പുറപ്പെടുവിക്കും. ഓക്കെ, അപ്പൊ അതിന് ചെറിയൊരു എക്സാമ്പിൾ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഫിസിഷ്യൻ വിത്ത് മെഡിക്കൽ എമർജൻസി മെഡിക്കൽ സർവീസസിലേക്ക് പോകേണ്ടതുണ്ട്. ഓക്കെ,
ഫസ്റ്റ് ഡിസാസ്റ്റർ ഫേസിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്ന് ഡിസാസ്റ്റർ ആക്ടിവേഷൻസ് കൊടുക്കും. എല്ലാ ഏരിയാസിലും ഈ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യും. അതിനുശേഷം എന്താണ് ഇൻസിഡന്റ് കമാൻഡേഴ്സ് എല്ലാത്തരം കോർഡിനേഷൻസ് കമാൻഡ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഡിസാസ്റ്റർ റെസ്പോൺസുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കോർഡിനേഷൻസും ചെയ്ത് ഓരോരുത്തർ എവിടെയൊക്കെ അപ്പോയിന്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്ത് അപ്പോയിന്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇൻസിഡന്റ് സ്റ്റാഫുകൾ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ഇൻസിഡന്റ് സ്റ്റാഫുകൾ, the purpose of the incident staff is to providing the hospital IC with enough manpower to meet all his or her responsibilities in conducting the disaster relief operation. ഇൻസിഡന്റ് സ്റ്റാഫുകളുടെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളൂടെ പറയുന്നുണ്ട്. അവരുടെ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? The purpose of incident staff, comprised of command and general staff, is providing the hospital IC means incident commander with enough manpower to meet all his or her responsibilities in conducting the disaster relief operation. ഇവിടെ എന്താ പറയുന്നത്? അതായത് എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റുന്നതിന് വേണ്ടിയായിട്ട് ആവശ്യമായിട്ടുള്ള ജീവനക്കാർ അല്ലെങ്കിൽ ഇൻസിഡൻസ് സ്റ്റാഫുകളെ ആർക്ക് കൊടുക്കേണ്ടതുണ്ട്? ഇൻസിഡന്റ് കമാൻഡർക്ക് കൊടുക്കേണ്ടത്. അതായത് ആവശ്യത്തിലധികം മാൻ പവേഴ്സ് നമ്മൾ, അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റ്സിലും ഇഷ്ടംപോലെ ആളുകൾ ആവശ്യമായിട്ട് വന്നേക്കും. അപ്പൊ ആവശ്യത്തിലധികം എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ആവശ്യത്തിലധികം സ്റ്റാഫുകളെ നമ്മൾ അല്ലെങ്കിൽ ആവശ്യത്തിലധികം ജീവനക്കാരെ നമ്മൾ ആർക്ക് കൊടുക്കേണ്ടതുണ്ട്? ICക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിന് ഇൻസിഡന്റ് കമാൻഡർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. അതായത് റിലീഫ് ഓപ്പറേഷൻസ് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യത്തിലധികം ഇൻസിഡന്റ് സ്റ്റാഫുകളെ നമ്മൾ ICക്ക് അല്ലെങ്കിൽ ഇൻസിഡന്റ് കമാൻഡറിന് പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. ദെൻ ഇതില് ഒരു 7 പൊസിഷൻസ് വരുന്നുണ്ട്. ഈ സ്റ്റാഫുകളെ നമ്മൾ പറയുമ്പോൾ അതിൽ 7 പൊസിഷൻസ് വരുന്നുണ്ട്. എ സ്റ്റാഫ് കംപ്രസിംഗ് ദ 7 പൊസിഷൻ മോസ്റ്റ് ആപ്റ്റ് ഫോർ എ മീഡിയം സൈസ്ഡ് ഡിസാസ്റ്റർ. ഈ ഒരു മീഡിയം സൈസ്ഡ് ഡിസാസ്റ്റർ ആണെങ്കിൽ എന്താണ്, നമ്മൾ എന്തുകൊണ്ട് തന്നെ ആണെങ്കിലും ഒരു 7 പൊസിഷൻസിലുള്ള ആൾക്കാർ അവിടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ആ 7 പൊസിഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഒന്ന് പ്ലാനിങ്, logistic, operations, finance, public relations, safety and security and license. Okay, അപ്പൊ നോക്കൂ, അപ്പൊ 7 പൊസിഷൻ എന്ന് പറയുന്നത് ഈ 7 പേരാണ്. അല്ലെങ്കിൽ ഈ 7 പൊസിഷൻസിലും എന്തുണ്ടായിരിക്കണം? മതിയായ സ്റ്റാഫുകൾ ആവശ്യത്തിലധികം ഈ ഓരോ സെക്ഷനിൽ അല്ലെങ്കിൽ ഓരോ പൊസിഷൻസിലും ഉണ്ടാകേണ്ടതുണ്ട്. പ്ലാനിങ്ങിലാണെങ്കിലും ലോജിസ്റ്റിക്കിലാണെങ്കിലും എന്താണ്, ആ സ്റ്റാഫുകൾ മതിയായ രീതിയിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതായത് ഒരു ഇടത്തരം ടൈപ്പ് ഓഫ് ദുരന്തമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മീഡിയം സൈസിൽ ദുരന്തം നടക്കുന്ന സമയത്ത് 7 പൊസിഷൻസിലുള്ള സ്റ്റാഫുകളും അവിടെ ലഭ്യമായിരിക്കണം. ഓക്കെ, അപ്പൊ 7 പൊസിഷൻസ് ഏതൊക്കെയാണെന്ന് നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ. ഏതൊക്കെ പൊസിഷൻസ് ആണ്? പ്ലാനിങ്, ലോജിസ്റ്റിക്സ്, ഓപ്പറേഷൻസ്, ഫിനാൻസ്, പബ്ലിക് റിലേഷൻസ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ആൻഡ് ലൈസൻസ്. ഓക്കെ, അതായത് ഒരു ഇടത്തരം ദുരന്തം ആവശ്യമാകുന്ന സമയത്ത് അനുയോജ്യമായിട്ടുള്ള സ്റ്റാഫുകളുടെ 7 പൊസിഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? അത് ഇനി നോക്കാം. വെൻ ഡിസാസ്റ്റർ സ്ട്രൈക്സ്, ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്, ഹോസ്പിറ്റലിൽ നടക്കുന്ന മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വെൻ ഡിസാസ്റ്റർ സ്ട്രൈക്ക്, ആക്ടിവിറ്റീസ് ഇൻ ഹോസ്പിറ്റൽ, എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഈ ഒരു ഡിസാസ്റ്റർ നടന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്നത്? ഫസ്റ്റ് വൺ എന്താണ്? Authorized individuals are called to declare a doctor major, CEO, medical director or nursing director, senior physician implements the disaster plan. Police and fire departments are informed. Telephone operator announce doctor major 3 times every 30 seconds for a period of 3 minutes. ഇനി നമ്മൾ ഡിസാസ്റ്റർ ആരംഭിച്ചു, ഡിസാസ്റ്റർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അല്ലെ, അത് നമ്മൾ എന്താണ് ഡിക്ലെയർ ചെയ്യേണ്ടതുണ്ട്. ഡോക്ടർ മേജർ എന്നൊരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് ഡിക്ലറേഷൻ കൊടുക്കുന്നത് എങ്ങനെയാണ്? ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആണ് ഇത് ഡിക്ലെയർ ചെയ്യുന്നത്. ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? ഒന്ന് ഡോക്ടർ മേജർ, അതിൽ ഏതെങ്കിലും ഡോക്ടർ ആയിരിക്കാം, സിഇഒ ആയിരിക്കാം. സിഇഒ ആരാണ്? സിഇഒ എന്തായിരിക്കും? സിഇഒ
പഠിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ സിഇഒ എന്താണെന്ന്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണോ? ആണോ ശ്രുതി? ഓക്കെ, യെസ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, മെഡിക്കൽ ഡയറക്ടർ, അതല്ലെങ്കിൽ മെഡിക്കൽ ഡയറക്ടർ, അല്ലെങ്കിൽ ആരാണ്? നഴ്സിംഗ് ഡയറക്ടർ, അല്ലെങ്കിൽ സീനിയർ ഫിസിഷ്യൻ implements the disaster plan policies and fire departments are informed. അപ്പൊ ഇത്തരം വ്യക്തി ഇതിൽ ഏതെങ്കിലും ഒരു പ്രധാന വ്യക്തിത്വങ്ങളായിരിക്കും, ഈ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഹയസ്റ്റ് പൊസിഷൻ കൈകാര്യം ചെയ്യുന്ന ആരെങ്കിലും ആയിരിക്കും ഇത് എന്ത് ചെയ്യുന്നത്, ഡിക്ലയർ ചെയ്യുന്നത്, പ്രഖ്യാപിക്കുന്നത്, ദുരന്തം ആരംഭിച്ചു എന്ന രീതിയിൽ അത് പ്രഖ്യാപിക്കുന്നത്. അതോടൊപ്പം തന്നെ എന്താണ്, പ്രത്യേകമായിട്ട് ഈ ഒരു പ്ലാന് പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്കും ഫയർ ഡിപ്പാർട്ട്മെന്റ്സിലേക്കും ഇത് ഇൻഫോം ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മളുടെ ടെലിഫോൺ ഓപ്പറേറ്റർ, ഹോസ്പിറ്റൽ ടെലിഫോൺ ഓപ്പറേറ്ററിന്റെ പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ ഡിക്ലറേഷൻ അനൗൺസ് ചെയ്യുക എന്നാണ്, അല്ലെ? ഇത് ഡിസാസ്റ്റർ ആരംഭിച്ചു എന്ന് മറ്റെല്ലാ ഏരിയാസും അറിയുന്നതിന് വേണ്ടിയിട്ട് എന്താണ്, ഡോക്ടർ മേജർ എന്ന കോഡാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ടെലിഫോൺ ഓപ്പറേറ്റർ അനൗൺസ് ചെയ്യുമ്പോൾ ഡോക്ടർ മേജർ എന്ന കോഡ് എത്ര പ്രാവശ്യം പറയുന്നുണ്ട്? 3 times every 30 seconds for period of 3 minutes. എത്ര പ്രാവശ്യം വരെയുള്ള? 3 പ്രാവശ്യം. every 30 seconds കൂടുന്ന സമയത്ത് ഡോക്ടർ മേജർ എന്ന കോഡ് ടെലിഫോൺ ഓപ്പറേറ്റർ പുറപ്പെടുവിക്കുന്നു. ആ ഒരു സമയത്ത് എല്ലാ സ്റ്റാഫുകൾക്കും അറിയാൻ പറ്റും അതായത് പ്ലാൻ ആക്ടിവേറ്റഡ് ആയി ഡിസാസ്റ്റർ സംഭവിച്ചു എന്നുള്ളത് സ്റ്റാഫുകൾക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഓൾറെഡി അവർക്ക് അതിന്റെ പരിശീലനം ലഭിച്ചു കഴിഞ്ഞാൽ, അപ്പൊ ആ കോഡ് പുറപ്പെടുവിക്കുന്ന സമയത്ത് എന്താണ്, എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യാനായിട്ട് ആരംഭിക്കുകയാണ്. എവിടേക്കാണ് എന്തൊക്കെ നടക്കുന്നതിനനുസരിച്ചിട്ട് ഈ കോഡ് ആക്ടിവേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് അവരെ പ്രവർത്തിക്കാനായിട്ട് ആരംഭിക്കുന്നത്. Okay, അതൊന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഡോക്ടർ മേജർ 3 times every 30 seconds for a period of 3 minutes. Okay, then physicians and other staff who are off duty are recalled. All departments implement established procedure. Physicians and other staff who are off duty are recalled. എന്നാണ്, ഏതെങ്കിലും ഫിസീഷ്യൻസോ അല്ലെങ്കിൽ മറ്റ് സ്റ്റാഫുകളൊക്കെ ഓഫ് ഡ്യൂട്ടിയിലാണെങ്കിൽ, ഓഫ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ഓഫ് ഡ്യൂട്ടിയിൽ ഇല്ലാത്ത സമയമാണെങ്കിലും അവരെ നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ചു വിളിക്കേണ്ടതുണ്ട്, അല്ലെ? റീകോൾ ചെയ്യേണ്ടത്. എന്തിനാണ്? ഡിസാസ്റ്റർ സിറ്റുവേഷൻസിന് മതിയായ സ്റ്റാഫുകളാണ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇപ്പൊ ഓഫ് ഡ്യൂട്ടിയിൽ ഇരിക്കുന്നവരെയും കൂടി നമ്മൾ ഹോസ്പിറ്റലിനകത്തേക്ക് വിളിച്ചു കൊണ്ടുവരേണ്ട സിറ്റുവേഷൻസ് ആണ്. അപ്പൊ ഫിസിഷ്യൻസ് ആയിക്കോട്ടെ, മദർ സ്റ്റാഫുകൾ ആയിക്കോട്ടെ, അവർ ഓഫ് ഡ്യൂട്ടിയിലാണെങ്കിൽ അവരെ നമ്മൾ എന്ത് ചെയ്യുന്നു, തിരിച്ചു വിളിക്കുന്നു. Then all department implement established procedure. എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും എന്താണ്, ഈ ഡിസാസ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഈ പ്രൊസീജിയേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്തതിനു ശേഷം പ്രൊസീജിയർ ഒക്കെ ആരംഭിക്കുകയാണ്. Then written instructions are given for manning important areas to medical staff and house officer by a designated staff. Written instructions are given for manning important areas. എന്താ പറയുന്നത്? written instructions. written instructions എന്ന് പറയുന്നത് എന്താണ്? written instructions ഇമ്പോർട്ടൻസ് ഏരിയാസിൽ കൊടുക്കേണ്ട ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, അല്ലെ? നിർദ്ദേശങ്ങൾ ഉണ്ടായിരിക്കും. അത് ആരാണ് കൊടുക്കുന്നത്? അതായത് ഇമ്പോർട്ടന്റ് ഏരിയാസിൽ നമ്മൾ കൊടുക്കേണ്ട, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസിൽ നമ്മൾ മെഡിക്കൽ സ്റ്റാഫ്സിനെ കൊടുക്കേണ്ട കുറെ റിട്ടേൺ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ എഴുതപ്പെട്ട നിർദ്ദേശങ്ങൾ ഉണ്ടായിരിക്കും. അത് ഒരു ഡെസിഗ്നേറ്റഡ് അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട സ്റ്റാഫ് ആയിരിക്കും അത് കൊടുക്കുന്നത്. അപ്പൊ പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ഏരിയാസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതാണ്, ഹൈലി ക്രിട്ടിക്കൽ കെയർ കൊടുക്കേണ്ട ഏരിയാസ് ഉണ്ടായിരിക്കും, അല്ലെ? അത്തരം ഏരിയാസിൽ കൊടുക്കേണ്ട നിർദ്ദേശങ്ങൾ ആര് മുഖാന്തരമാണ് കൊടുക്കുന്നത്? ആരാണ് കൊടുക്കുന്നത്? ഒരു ഡെസിഗ്നേറ്റഡ് സ്റ്റാഫ് ആയിരിക്കുള്ളത്. അതായത് ഒരു നിർദ്ദിഷ്ട സ്റ്റാഫിനെ കൊണ്ടുള്ള റിട്ടേൺ നിർദ്ദേശങ്ങളാണ് പ്രധാനപ്പെട്ട ഏരിയാസിൽ നമ്മൾ ആദ്യം കൊടുക്കുന്നത്. ഓക്കെ, ദെൻ അതിനുശേഷം എന്താണ്, സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ ആർ ഗിവൺ ടു ഡിസാസ്റ്റർ ചീഫ്. ഇനി സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കേണ്ട കുറച്ച് ഏരിയ ഉണ്ട്. അതെവിടെയൊക്കെയാണ്? Special instructions are given to disaster chief, chief of emergency room, triage area, emergency waiting room, staff holding room, emotionally disturbed patients area, relative waiting room, admitting office tray, department, and blood bank CSS team. ഇനി നമ്മള് ഇമ്പോർട്ടന്റ് ഏരിയാസിൽ റിട്ടേൺ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് പോലെ തന്നെ എന്താണ്, സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കേണ്ട കുറച്ച് ഏരിയാസ് ഉണ്ട്. അതെവിടെയൊക്കെയാണ്? ഡിസാസ്റ്റർ ചീഫ് ആണ് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് ആരാണ്?
ഡിസാസ്റ്റർ ചീഫ് ആണ് അല്ലെ. ഡിസാസ്റ്റർ ചീഫ് ആണ് പ്രധാനപ്പെട്ട ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. ഏതൊക്കെ മേഖലകളിലാണ് അത് കൊടുക്കുന്നത്? ഏതൊക്കെ മേഖലകളിലാണ്, ഏതൊക്കെ ഏരിയാസിലാണ്? ചീഫ് ഓഫ് എമർജൻസി റൂം, ട്രയേജ് ഏരിയ, എമർജൻസി വെയിറ്റിംഗ് റൂം തുടങ്ങി CSST വരെ അല്ലെ. ബ്ലഡ് ബാങ്ക് അല്ലെങ്കിൽ എന്താണ് റിലേറ്റീവ് വെയിറ്റിംഗ് റൂം തുടങ്ങി CSST വരെയുള്ള പ്രധാനപ്പെട്ട സ്പെഷ്യൽ ഏരിയാസിലേക്ക് എന്താണ് ഡിസാസ്റ്റർ ചീഫ് ആണ് പ്രധാന നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചീഫ്സ് ആർ അസൈൻ ടു കീ ഏരിയാസ്. ചീഫുകളെല്ലാം എവിടെയാണ് നമ്മൾ നിയമിക്കുന്നത്? ചീഫുകളെ, പ്രധാനപ്പെട്ട ചീഫുകളെല്ലാം കീ ഏരിയാസില് അല്ലെ. കീ ഏരിയാസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഏരിയാസ് ആണ്? കീ ഏരിയാസ് എന്ന് പറയുന്നത് ഏതൊക്കെ ഏരിയാസ് ആണ്? എമർജൻസി ഏരിയാസ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ഏരിയാസ് ആണോ? യെസ്, സെക്യൂരിറ്റി എൻട്രൻസ് ഏരിയാസ് അല്ലെങ്കിൽ എന്താണ് ചില ചീഫുകളെയൊക്കെ തന്നെ പല സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് കീ ഏരിയാസിൽ അവരെ നിയോഗിക്കുന്നു. ഇതിനു വേണ്ടിയിട്ടാണ് സെക്യൂരിറ്റി ആൻഡ് സപ്പോർട്ട് പേഴ്സണൽ കൺട്രോൾ ദ ട്രാഫിക് ട്രയേജസ് ഇനീഷ്യേറ്റഡ് നെക്സ്റ്റ് ടു ആംബുലൻസ് എൻട്രൻസ്. അല്ലെ, ചീഫുകളെ നമ്മൾ നിയന്ത്രിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? പ്രധാനപ്പെട്ട കീ ഏരിയാസിൽ ഇവരെ നിയോഗിക്കുന്നതിന് പ്രധാന കാരണം എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ്? പ്രത്യേകിച്ച് അവിടുത്തെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിന് അല്ലെങ്കിൽ എന്താണ് ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിയുക്ത സ്റ്റാഫുകൾ, പ്രത്യേകിച്ച് ചീഫ് സ്റ്റാഫുകൾ നമ്മൾ കീ ഏരിയാസിലേക്ക് നിയോഗിക്കുന്നത്, സെക്യൂരിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമ്മള് ഇവിടം വരെ പറഞ്ഞ കാര്യങ്ങൾ കൺട്രോൾ ആൻഡ് ട്രാഫിക്. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയണേ. ഇപ്പൊ ഒരു ഡിസാസ്റ്റർ നമ്മൾ ആരംഭിച്ചു. അപ്പോൾ ഈ ആക്ടിവേഷൻ അല്ലെങ്കിൽ ഓരോ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആയിരിക്കും ഈ ഡിക്ലറേഷൻസ് കൊടുക്കുന്നത്. അതിൽ ആരൊക്കെ വരാം? ഡിക്ലെയർ ചെയ്യാനായിട്ട് ആരൊക്കെ വരാം? ഡോക്ടർ മേജർ എന്നൊരു ഡിക്ലറേഷൻ കൊടുക്കാനായിട്ട് ആരൊക്കെ വരാം? CEO വരാം, മെഡിക്കൽ ഡയറക്ടർ വരാം, നഴ്സിംഗ് ഡയറക്ടർ വരാം, സീനിയർ ഫിസിഷ്യൻസ് തുടങ്ങി ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് എന്ത് കൊടുക്കാൻ സാധിക്കും? ഈ ഓതറൈസ്ഡ് ഡിക്ലറേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ പോലീസിനെയും ഫയർ ഡിപ്പാർട്ട്മെന്റ്സിനെയും നമ്മൾ ഇൻഫോം ചെയ്യും. ഇനി ആരാണ് ഡിസാസ്റ്റർ പ്ലാൻ അല്ലെങ്കിൽ ഈ ഡിക്ലറേഷൻ അനൗൺസ് ചെയ്യുന്നത്? ആരാണ് അനൗൺസ് ചെയ്യുന്നത്? ടെലിഫോൺ ഓപ്പറേറ്റർ ആണ് അല്ലെ. ടെലിഫോൺ ഓപ്പറേറ്റർ ആണ് അനൗൺസ് ചെയ്യുന്നത്. ഡോക്ടർ മേജ് എന്ന കോൾ അദ്ദേഹം 3 times every 30 seconds ഫോർ പീരീഡ് ഓഫ് 3 minutesലാണ് അദ്ദേഹം ഈ ഒരു കോഡ് അനൗൺസ് ചെയ്യുന്നത്. ഇനി നമ്മളുടെ ഫിസിഷ്യൻസ് അല്ലെങ്കിൽ സ്റ്റാഫുകൾ ഇവരെല്ലാം ഓഫ് ഡ്യൂട്ടിയിലാണെങ്കിൽ എന്താണ് ഈ ഒരു സിറ്റുവേഷൻസിൽ ഇവരെല്ലാം നമ്മൾ റീകോൾ ചെയ്യുന്നു. ദെൻ എന്താണ് ഓരോ പ്രൊസീജിയേഴ്സും ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലാണ് ആരംഭിക്കേണ്ട പ്രൊസീജിയേഴ്സ് ഒക്കെ അവിടെ ആരംഭിക്കുന്നു. പിന്നെ എന്താണ് റിട്ടേൺ ഇൻസ്ട്രക്ഷൻസ് ഇമ്പോർട്ടൻസ് ഏരിയാസിൽ കൊടുക്കേണ്ടതുണ്ട്. അതൊരു ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫ് ആയിരിക്കുള്ളൂ റിട്ടേൺ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. ഇനി സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കേണ്ട പ്രധാനപ്പെട്ട ഏരിയാസ് ഉണ്ട്. അവിടെ ഡിസാസ്റ്റർ ചീഫ് ആയിരിക്കുള്ളൂ ആ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. അതായത് എമർജൻസി റൂം തുടങ്ങി CSST വരെയുള്ള ഡിപ്പാർട്ട്മെന്റ്സിൽ എന്താണ് ഡിസാസ്റ്റർ ചീഫ് ആണ് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. ഇനി നമ്മുടെ ചീഫുകളൊക്കെ എന്താണ് കീ ഏരിയാസിലേക്ക് നിയോഗിക്കുന്നത്. പ്രധാനമായിട്ടും സെക്യൂരിറ്റി സപ്പോർട്ടർ പേഴ്സണൽ അല്ലെങ്കിൽ ട്രാഫിക് കൺട്രോൾ ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട ഏരിയാസിലേക്ക് നമ്മുടെ ചീഫിനെ നിയോഗിക്കുന്നു. ഓക്കെ, അവിടം വരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ട്രയേജ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ട്രയേജ് ഇൻസ്ട്രക്ഷൻ അറിയാലോ. ട്രയേജ് എന്താണെന്ന് നമുക്കറിയാം അല്ലെ. പേഷ്യൻസിന്റെ സിവിയറിറ്റി നോക്കിയിട്ട് പേഷ്യൻസിനെ സോർട്ട് ചെയ്യാനാണ് നമ്മൾ. അപ്പൊ ഫസ്റ്റ് ട്രയേജ് ഇൻസ്ട്രക്ഷൻ, ട്രയേജിന്റെ പ്രധാന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ തരംതിരിക്കുക. ഡു നോട്ട് അലോ കാഷ്വാലിറ്റീസ് ടു പൈൽ അപ്പ്, സോർട്ട് പേഷ്യൻസ് റാപ്പിഡ്ലി, tag them appropriately, route to appropriate treatment areas. So first one എന്താണ്? Do not allow casualties to pile up. എന്താണ് pile up എന്ന് പറയുന്നത്? pile up അതായത് നമ്മൾ ഒരുപാട് പേഷ്യൻസ് വരുന്ന സമയത്ത് കാഷ്വാലിറ്റിയിലേക്ക് ഒരുപാട് പേര് വരുന്ന സമയത്ത് അതിങ്ങനെ കുന്നു കൂടി കിടക്കരുത് എന്നുള്ള ഒരു മീനിങ് ആണ്. അതായത് നമുക്ക് കൃത്യമായിട്ട് ഇവരെ സോർട്ട് ചെയ്ത് മാറ്റാൻ കഴിയണം.
അതായത് വരുന്ന കേസുകളൊന്നും എന്താണ് അവിടെ സ്റ്റക്ക് ആയി കിടക്കാൻ പാടില്ല. നമ്മൾ കുന്നുകൂടി കിടക്കാന്നാണ് പൈലപ്പ് എന്ന് പറയുന്നത്. അതായത് വരുന്ന കേസുകൾ നമ്മൾ അപ്പൊ തന്നെ എന്തായാലും എന്ത് ചെയ്യണം, വേർതിരിച്ച് മാറ്റേണ്ടതുണ്ട്, തരം തിരിച്ച് മാറ്റേണ്ടതുണ്ട്. അവിടെ എന്താണ് ഒരു തിക്കും തിരക്കും അല്ലെങ്കിൽ വരുന്ന പേഷ്യൻസിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാകരുത് നമ്മൾ പേഷ്യൻസിനെ സ്വീകരിക്കേണ്ടത്. ഓക്കെ, തിക്കും തിരക്കും കൂട്ടിയുള്ള ഒരു സിറ്റുവേഷൻ ഒരിക്കലും ഉണ്ടാവരുത്. അപ്പൊ ഡു നോട്ട് അലോ കാഷ്വാലിറ്റീസ് ടു പൈലറ്റ്. കാഷ്വാലിറ്റി എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന പേഷ്യൻസ് നമ്മൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ തരംതിരിക്കേണ്ടതുണ്ട്, സോർട്ട് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, സോർട്ട് പേഷ്യന്റ് റാപ്പിഡ്ലി. അല്ലെ, എത്രയും പെട്ടെന്ന് പേഷ്യൻസിനെ നമ്മൾ എന്ത് ചെയ്യണം, സോർട്ട് ചെയ്ത് അവരെ വേർതിരിച്ച് മാറ്റേണ്ടതുണ്ട്. സിവിയറിറ്റി അനുസരിച്ച് പേഷ്യൻസിന്റെ സിറ്റുവേഷൻസ് അനുസരിച്ചിട്ട് എന്താണ് നമ്മൾ അവരെ പെട്ടെന്ന് തന്നെ സോർട്ട് ചെയ്യേണ്ടതുണ്ട്. ദെൻ ടാഗ് ദം അപ്രോപ്രിയേറ്റ്ലി. ടാഗ് ദം അപ്രോപ്രിയേറ്റ്ലി. ടാഗ് എന്താണ്, ഉചിതമായി അവരെ നമ്മൾ ടാഗ് ചെയ്യാൻ. ടാഗ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, ടാഗ് നമ്മൾ കറക്റ്റ് ആയിട്ട് ലേബിൾ ചെയ്യണല്ലേ. നമ്മൾ ചിലപ്പോൾ ബാഡ്ജ് ആയിരിക്കും അല്ലെങ്കിൽ കയ്യില് ID കാർഡോ നമ്മൾ തിരിച്ചറിയുന്ന രീതിയിൽ എന്തെങ്കിലും തന്നെ അവരുടെ പേരോ ഏജോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്പറോ ID നമ്പറൊക്കെ കൊടുത്തുകൊണ്ട് എന്താണ് നമ്മൾ അവരെ ടാഗ് ചെയ്യും. അല്ലെ, ചിലപ്പോൾ കളർ കോഡ് കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും കളർ ആയിരിക്കും കൊടുക്കുന്നത്. ആ ഒരു സിറ്റുവേഷൻസിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്, അവരെ തിരിച്ചറിയാൻ പറ്റുന്ന തരത്തിൽ നമ്മൾ എന്താണ് എന്തെങ്കിലും ലേബലിംഗ് കൊടുക്കും. അല്ലെ, ഐഡന്റിഫിക്കേഷൻ സിഗ്നൽ അവർക്ക് കൊടുക്കും, സിമ്പിൾ അവർക്ക് കൊടുക്കും. ഓക്കെ, അതായത് നമ്മളിത് പഠിക്കുന്നുണ്ട്, ഓരോ ട്രയേജ് അനുസരിച്ച് ഓരോ കളർ കോഡ് ഉണ്ട്. നമുക്ക് ഗ്രീൻ, ബ്ലാക്ക് തുടങ്ങി 5 കളേഴ്സ് നമുക്ക് വരുന്നത്. അതിൽ ഏതെങ്കിലും ഒരു കളർ, അതായത് സിവിയറിറ്റി അനുസരിച്ചാണ് നമ്മൾ കളർ കോഡ് കൊടുത്തിട്ട് അവരെ ടാഗ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ റൂട്ട് ടു അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെന്റ് ഏരിയസ്. എന്നിട്ട് ടാഗ് ചെയ്തതിനു ശേഷം എന്താണ്, ഏതൊക്കെ പേഷ്യൻസിന് നമ്മൾ ഏതൊക്കെ ഏരിയയിലേക്കാണ് വിടേണ്ടത് എന്നതിനനുസരിച്ച് എന്താണ് അവരെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അവർക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഏരിയാസിലേക്ക് നമ്മൾ പേഷ്യൻസിനെ നമ്മൾ കൊണ്ടുവരും. ഓക്കെ, അങ്ങനെയാണ് ട്രയേജ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രയേജ് ഇൻസ്ട്രക്ഷൻസിൽ നമ്മൾ പ്രധാനമായിട്ടും പേഷ്യൻസ് വരുന്ന സമയത്ത്, കാഷ്വാലിറ്റിയിൽ വരുന്ന സമയത്ത് എന്താണ് പൈലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ഡു നോട്ട് അലോ കാഷ്വാലിറ്റീസ് ടു പൈലപ്പ്. വരുന്ന കേസുകളൊന്നും കുന്നുകൂടി കിടക്കാനായിട്ട് പാടുള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, സോർട്ട് പേഷ്യന്റ് റാപ്പിഡ്ലി. പേഷ്യൻസിനെ എത്രയും പെട്ടെന്ന് സോർട്ട് ചെയ്യുക, അവരെ ടാഗ് ചെയ്യുക, ടാഗ് ദം അപ്രോപ്രിയേറ്റ്ലി ആൻഡ് റൂട്ട് ടു അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെന്റ് ഏരിയാസ്. എത്രയും പെട്ടെന്ന് അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള ഏരിയാസിലേക്ക് അവരെ മാറ്റുക. ഇതാണ് ട്രയേജ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ആ ഫസ്റ്റ് സ്റ്റേജിൽ ഡിക്ലറേഷൻ ഒക്കെ നടന്നതിന് ശേഷം ചെയ്യുന്ന ഫസ്റ്റ് കാര്യം കേട്ടോ. പേഷ്യൻസ് വന്നു കഴിഞ്ഞപ്പോഴുള്ള ഫസ്റ്റ് കാര്യം നമ്മൾ എങ്ങനെയാണ് ഒരു ഡിസാസ്റ്റർ നടക്കുമ്പോൾ ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ. അവിടെ വരെ ക്ലിയർ ആണോ പിള്ളേരെ? ഇനി ട്രീറ്റ്മെന്റ് ഏരിയാസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എമർജൻസി റൂം, ഹൈപ്പർ അക്യൂട്ട് കണ്ടീഷൻ. ടീച്ചർ പറയുന്നതില് മനസ്സിലാവാതിരിക്കുന്നൊന്നുമില്ലല്ലോ, ക്ലിയർ ആവുന്നില്ലേ നിങ്ങൾക്ക്? എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറയണം കേട്ടോ. എമർജൻസി റൂം, ഹൈപ്പർ അക്യൂട്ട് കണ്ടീഷൻ. എന്താണ് എമർജൻസി റൂമിൽ ഫസ്റ്റ് ഇപ്പൊ നമ്മൾ ട്രീറ്റ്മെന്റ് ഏരിയ, ഡിസാസ്റ്റർ സിറ്റുവേഷൻസിലെ ട്രീറ്റ്മെന്റ് ഏരിയാസ് ആണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്, എമർജൻസി റൂം, ഹൈപ്പർ അക്യൂട്ട് കണ്ടീഷൻസ്. പേരിൽ നമുക്കറിയാലോ, ഹൈപ്പർ അക്യൂട്ട് കണ്ടീഷൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇമ്മീഡിയറ്റ് അറ്റൻഷൻസ് കൊടുക്കേണ്ട ഏരിയാസ് ആണ്, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് അറ്റൻഷൻ കൊടുക്കേണ്ട കണ്ടീഷൻസ് ആണ്. ഏതൊക്കെയാണ്, അതായത് നമ്മുടെ ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷൻ, ഹിമോറേജ് അല്ലെങ്കിൽ ലൈഫ് ത്രെട്ടനിങ് എന്ന് പറഞ്ഞാൽ ജീവന് ഭീഷണി, അതായത് എത്രയും പെട്ടെന്ന് ചിലപ്പോൾ മരിക്കാനുള്ള സാധ്യതയുള്ള കേസസ് ഉണ്ടാവാം അല്ലെ, ഗുരുതരാവസ്ഥയിൽ. ഈ ഹിമോറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, രക്തസ്രാവം, അമിതമായിട്ടുള്ള ബ്ലീഡിംഗ് ഉള്ള പേഷ്യൻസ് ഉണ്ടാവും. അതൊക്കെ എന്താണ് എമർജൻസി ഹൈപ്പർ കണ്ടീഷൻസ് ഉള്ളവരാണ് അല്ലെ. ഓക്കെ, അതൊക്കെ അപ്പൊ ആ ഒരു ട്രീറ്റ്മെന്റ് ഏരിയാസിലേക്കായിരിക്കും അവരെ ആദ്യം മാറ്റുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ എന്താണ്, സെക്കൻഡ് ട്രീറ്റ്മെന്റ് ഏരിയ എന്ന് പറയുന്നത് ഏതാണ്, സർജറിയാണ്. സർജറി ഏരിയയിൽ വരുന്നത് സീരിയസ് കാഷ്വാലിറ്റീസ് വരാം അല്ലെ, സീരിയസ് ആയിട്ട് വരുന്ന കാഷ്വാലിറ്റി കണ്ടീഷൻസ് വരുന്ന പേഷ്യൻസ് ഉണ്ടാവാം. ചെസ്റ്റ്, അബ്ഡോമിനൽ ട്രോമ, ഓപ്പൺ ഫ്രാക്ചേഴ്സ് എക്സെട്ര. അങ്ങനെ ചെസ്റ്റില് അല്ലെങ്കിൽ അബ്ഡോമിനൽ ട്രോമ എന്ന് പറയുന്നത് എന്താണ്, അബ്ഡോമിനൽ ട്രോമ വയറുവേദന അല്ലെങ്കിൽ എന്തെങ്കിലും ആഘാതം സംഭവിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അവശിഷ്ടങ്ങളൊക്കെ വീണോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കും. ഓപ്പൺ ഫ്രാക്ചേഴ്സ് എന്താണ്, തുറന്ന ഒടിവുകൾ ഉണ്ടാവും അല്ലെ, കൈകാലുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഓപ്പൺ ഫ്രാക്ചേഴ്സ് സംഭവിച്ചിട്ടുണ്ടാവും. അപ്പൊ എത്രയും പെട്ടെന്ന് സർജറി ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉള്ള ആൾക്കാരിൽ ഇങ്ങനെയുള്ളവരാണ് ഏത് കാറ്റഗറിയിൽ വരുന്നത്, ഈ സർജറി കാറ്റഗറിയിൽ വരുന്നത്. സീരിയസ് ആയിട്ടുള്ള കാഷ്വാലിറ്റീസ് ചെസ്റ്റ്, അബ്ഡോമിനൽ ട്രോമ ആൻഡ് ഓപ്പൺ ഫ്രാക്ചേഴ്സ് എക്സെട്ര വരുന്നത്. ഓക്കെ, അടുത്ത കാറ്റഗറി ട്രീറ്റ്മെന്റ് ഏരിയ എന്ന് പറയുന്നതാണ് ഡെലിവറി സ്യൂട്ട്. വുമൺ ഇൻ ലേബർ,
കോംപ്ലിക്കേഷൻസ് ഓഫ് പ്രഗ്നൻസി, ട്രോമാറ്റൈസ്ഡ് പ്രഗ്നന്റ് വുമൺ. ഡെലിവറി സ്യൂട്ടിൽ വരുന്ന പേഷ്യൻസ് എന്ന് പറയുന്നത് ഏതായിരിക്കും? ലേബർ പേഷ്യൻസ് ആണ് അല്ലെ? വുമൺ ലേബർ പേഷ്യൻസ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും അല്ലെ? ഓക്കെ, കോംപ്ലിക്കേഷൻസ് ഓഫ് പ്രഗ്നൻസി വരാം. അല്ലെങ്കിൽ എന്താണ്? ട്രോമാറ്റൈസ്ഡ് പ്രഗ്നന്റ് വുമൺ. വാട്ട് ഈസ് ട്രോമാറ്റൈസ്ഡ് പ്രഗ്നന്റ് വുമൺ? കേട്ടിട്ടുണ്ടോ? അമ്മയ്ക്കും കുഞ്ഞിനും ഒരേപോലെ ഗുരുതരാവസ്ഥ സംഭവിച്ചത് അല്ലെ? അതായത് അമ്മയ്ക്കും കുഞ്ഞിനും ഒരേപോലെ തന്നെ ഗുരുതരാവസ്ഥ സംഭവിച്ച സിറ്റുവേഷൻസ് ആണ് ട്രോമാറ്റൈസ്ഡ് പ്രഗ്നന്റ് വുമൺ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഡെലിവറി സൂട്ടിൽ വരുന്ന 3 കാറ്റഗറീസ്. ഒന്ന് വുമൺ ലേബർ, കോംപ്ലിക്കേഷൻസ് ഓഫ് പ്രഗ്നൻസി ആൻഡ് ട്രോമാറ്റൈസ്ഡ് പ്രഗ്നന്റ് വുമൺ. ഓക്കെ, നെക്സ്റ്റ് ICU, ഇന്റൻസീവ് കെയർ യൂണിറ്റ്സിൽ വരുന്നത് എന്തൊക്കെയാണ്? മെഡിക്കൽ എമർജൻസീസ്. നമ്മളുടെ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ടോ? ഈ ICU കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിൽ ഏതെങ്കിലും തരത്തിലെ മാറ്റങ്ങൾ ഉണ്ടോ സെന്റൻസിൽ? ഉണ്ടോ? ഇല്ല. നോക്കാം, ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ശ്രദ്ധിക്കാം. ICU ഏതാണ്? മെഡിക്കൽ എമർജൻസീസ് ആണെന്ന് നമുക്കറിയാം അല്ലെ? ഇനി OPD ഏരിയ. OPD എന്താണ്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഏരിയയില് അൺസാൽവേജബിൾ കേസസ് എന്നാണ് കിടക്കുന്നത്. അൺസാൽവേജബിൾ കേസസ്. അൺസാൽവേജബിൾ കേസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൺസാൽവേജബിൾ കേസസ് എന്ന് വെച്ചാൽ നമുക്ക് സംരക്ഷിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ രക്ഷിക്കാൻ പറ്റാത്ത കേസുകൾ. അത് OPD-യിലാണോ വരുന്നത്? OPD-യിലായിരിക്കാം വരുന്നത്. അത് ഇങ്ങോട്ടും മാറിക്കിടക്കാണ്, ആണോ? എമർജൻസി റൂമിലാണ് കേട്ടോ, എമർജൻസി റൂമിലാണ്. OPD-യിലാണ് ഇത് വരേണ്ടത്. ഇവിടെ അങ്ങോട്ടും മാറിക്കിടക്കേണ്ടത്. ടീച്ചർ പറയുന്നൊന്നും ശ്രദ്ധിച്ചേ. OPD-യിൽ വരേണ്ടത് മൈനർ ഇഞ്ചുറീസ് ആൻഡ് ആംബുലേറ്ററി പേഷ്യൻസ് ആണ്. ഓക്കെ, മനസ്സിലായോ? അൺസാൽവേജബിൾ കേസസ് ആണ് എവിടെ വരേണ്ടത്? എമർജൻസി റൂമിൽ വരേണ്ടത്. അൺസാൽവേജബിൾ കേസസ് ആണ് എമർജൻസി റൂമിൽ വരേണ്ടത്. 5ഉം 7ഉം മാറിക്കിടക്കുകയാണ് കേട്ടോ. ക്ലിയർ ചെയ്തേ? ടീച്ചർ പറഞ്ഞത് മനസ്സിലായോ? OPD-യിൽ വരേണ്ടത് മൈനർ ഇഞ്ചുറീസും ആംബുലേറ്ററി പേഷ്യൻസ് ആണ്. ഓക്കെ, യെസ്. മൈനർ ഇഞ്ചുറീസ് എന്താണെന്ന് അറിയാലോ? ചെറിയ ചെറിയ പരിക്കുകള് അല്ലെ? ചെറിയ പരിക്കുകളായിട്ട് വരുന്ന അല്ലെങ്കിൽ ആംബുലേറ്ററി പേഷ്യൻസ്. അധികം സീരിയസ് അല്ലാത്ത കേസസിൽ വരുന്ന പേഷ്യൻസ് ഒക്കെയാണ് OPD-യിലെ ഏരിയാസിൽ വരുന്നത്. പിന്നെ റേഡിയോളജി ഫാക്ടേഴ്സ് ടു ഓർത്തോപീഡിയ ക്യാൻ. റേഡിയോളജിയിലെ ഫാക്ടേഴ്സ് എന്താണ് വരുന്നത്? എന്തെങ്കിലും ഒടിവുകളോ അല്ലെങ്കിൽ ചതവുകളോ ഒക്കെ സംഭവിച്ചവരൊക്കെ നമ്മുടെ റേഡിയോളജിയിലായിരിക്കും അല്ലെങ്കിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്സിനകത്തേക്കുള്ള ട്രീറ്റ്മെന്റ് ഏരിയയിലായിരിക്കും കൊണ്ടുപോകുന്നത്. പിന്നെ എമർജൻസി റൂമിൽ വരുന്നതാണ് എന്ത്? അൺസാൽവേജബിൾ കേസസ്. നമ്മുടെ ജീവൻ രക്ഷിക്കാൻ പറ്റാത്ത കേസസ് ഒക്കെ നമ്മുടെ ഏറ്റവും കൂടുതൽ എമർജൻസി റൂമിന്റെ അകത്തേക്കാണ് ട്രീറ്റ്മെന്റിന് വരുന്നത്. ഓക്കെ, അതായത് ചിലപ്പോൾ ചില പേഷ്യൻസ് ഓൾറെഡി കണ്ടീഷൻ മോശമായിട്ട് കുറച്ച് ജസ്റ്റ് ഒരു പൾസ് മാത്രമല്ല, ജസ്റ്റ് ഒരു ബ്രീത്തിങ് മാത്രമുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും അല്ലെ? അങ്ങനെ പെട്ടെന്ന് വരുന്നത്, അതായത് മരിക്കുന്നത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. പെട്ടെന്ന് എമർജൻസി റൂമിനകത്തേക്ക് ആയിരിക്കും അവരെ കയറ്റുന്നത്. ഓക്കെ, പിന്നെ സൈക്കാട്രി. സൈക്കാട്രി എന്താണ്? സൈക്കാട്രി വരുന്ന ട്രീറ്റ്മെന്റ് ഏരിയാസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഹിസ്റ്റീരിയ, ബിഹേവിയറൽ എമർജൻസി. ഹിസ്റ്റീരിയ എന്താണ്? ഇതൊരു സൈക്കോളജിക്കൽ ഡിസോർഡർ ആണ് ഹിസ്റ്റീരിയ എന്ന് പറയുന്നത് അല്ലെ? അതായത് എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഹിസ്റ്റീരിയ എന്നൊരു സിറ്റുവേഷൻ എന്തായിരിക്കാം? കേട്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? എക്സ്ട്രീം ഇമോഷൻസ് കൈകാര്യം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ്. എക്സ്ട്രീം ആയിട്ടുള്ള ഇമോഷൻസ് കൈകാര്യം ചെയ്യും. ആ ഒരു സിറ്റുവേഷൻസിലാണ് എന്ത് വരുന്നത്? നമ്മൾ സീഷർ വരാന്ന് പറയില്ലേ? ഫിക്സ് വരുന്നില്ലേ നിങ്ങൾ? ഫിക്സ്, അപസ്മാരം, സീഷർ എന്ന് പറയും. ചിലവര് ഓവറായിട്ട് നമ്മുടെ ഇമോഷൻസ് എക്സ്ട്രീം ആയിരിക്കുള്ളൂ. ഇമോഷൻസിന് ഒരു പരിധി ഉണ്ട് അല്ലെ? എക്സ്ട്രീം ആയിട്ടുള്ള ഇമോഷൻസ് കൈകാര്യം ചെയ്ത് കുറച്ച് അങ്ങനെയുള്ള കേസസുകൾ. അങ്ങനെയുള്ളവർക്ക് എന്താണ്? ചിലവര് ചിലപ്പോൾ ഫെയിന്റ് ചെയ്ത് വീഴും, തലകറങ്ങി വീഴും, അല്ലെങ്കിൽ എന്താണ് സീഷർ വരാനുള്ള സാധ്യത. പലതരത്തിലുള്ള അബ്നോർമാലിറ്റീസ് അവർ കാണിക്കും. ഓക്കെ, അതാണ് ഹിസ്റ്റീരിയ കാറ്റഗറിയിൽ വരുന്നത്. ഓക്കെ, അതൊരു സൈക്കോളജിക്കൽ ഡിസോർഡർ ആണ്, ഒരു അസുഖമാണ് കേട്ടോ, മാനസികമായ അസുഖമാണത്.
അതേപോലെ തന്നെ ബിഹേവിയറൽ എമർജൻസീസ്. ബിഹേവിയറൽ എമർജൻസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും തരത്തിലുള്ള മാനസിക വിഭ്രാന്തികൾ കാണിക്കുന്നവരുണ്ടാവാം. ഓക്കെ, ചിലപ്പോ എന്തെങ്കിലും അപകടങ്ങൾ കണ്ടിട്ട് ആ ഒരു ഷോക്ക് സംഭവിച്ച ആൾക്കാരുണ്ടാവും അല്ലെ, ഷോക്കിൽ നിന്നും റിക്കവർ ആവാൻ പറ്റാതെ നമ്മൾ കണ്ടിട്ടില്ലേ, പിച്ചും പേരൊക്കെ പറയുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ, നോർമൽ ആണെന്ന് നമുക്ക് തോന്നുമെങ്കിലും ആൾക്കും കോൺഷ്യസ് ആയിരിക്കില്ല. ഓക്കെ, അങ്ങനെയുള്ള കാറ്റഗറീസ് ഒക്കെയാണ് ബിഹേവിയറൽ എമർജൻസീസ്. അല്ലെങ്കിൽ മാനസിക തകരാറുള്ള ആൾക്കാരും അതിൽ വരാം. ഇൻ കേസ് എമർജൻസി കണ്ടിട്ടല്ലാതെ തന്നെ എന്താണ് ഇൻബോണിൽ തന്നെ അങ്ങനെ തകരാറ് സംഭവിച്ച ആൾക്കാരും ഉണ്ടാവുന്നില്ല. ബിഹേവിയറൽ ആയിട്ടുള്ള പ്രോബ്ലം ഉള്ളത്. അടുത്തത് എന്താണ്? മെഡിക്കേഷൻ റൂം ഇമോഷണലി ഡിസ്റ്റർബ്ഡ്. മെഡിക്കേഷൻ റൂം ഇമോഷണലി ഡിസ്റ്റർബ്ഡ്. മെഡിക്കേഷൻ റൂം ആർക്ക് വേണ്ടിയിട്ടാണ്? ഇമോഷണൽ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ളവരെ ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. എന്നാൽ ഇമോഷണലി ഡിസ്റ്റർബ്ഡ് എന്ന് പറയുന്നത് മാനസികമായിട്ട് തകരാറ് സംഭവിച്ചത് അല്ലെങ്കിൽ എന്താണ് ഇവിടെ നമ്മള്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സൈക്യാട്രി മെഡിക്കേഷനും ഒന്നാണോ എന്നൊരു സംശയം തോന്നുന്നില്ല നിങ്ങൾക്ക്? തോന്നുന്നുണ്ടോ? സൈക്യാട്രി മെഡിക്കേഷൻ റൂം ഒന്നാണോ? അല്ല അല്ലെ, ഇവിടെ വ്യത്യാസം ഉണ്ട് അല്ലെ, വ്യത്യാസം ഉണ്ട്. ഇവിടെ ചിലപ്പോ എന്താണ് ചില കേസസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചിലപ്പോ മരണമൊക്കെ മുന്നിൽ കണ്ടവരുണ്ടാവും, ആ ഒരു ഷോക്ക് പോലെ വന്നവരുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പൊ പ്രായമായവർ മുതൽ ഏത് കാറ്റഗറീസും ഇമോഷണൽ ഡിസ്റ്റർബ് ആയിട്ടുള്ള ആൾക്കാർ നമുക്ക് അതിൽ കൂട്ടാവുന്നതാണ്. അത്തരം സിറ്റുവേഷൻസ് വരുന്നവർ. സെമിനാർ റൂം അൺഇൻജുർഡ് ഡിസ്ചാർജ് ഓഫ് പേഷ്യൻസ് ആൻഡ് റിലേറ്റീവ്സ്. സെമിനാർ റൂംസ് ആർക്കൊക്കെ വേണ്ടിയുള്ളതാണ്? അൺഇൻജുർഡ് ആയിട്ടുള്ളവർക്ക്, ഡിസ്ചാർജ് ആയിട്ടുള്ള പേഷ്യൻസിന് അല്ലെങ്കിൽ എന്താണ് റിലേറ്റീവ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അത്തരം ട്രീറ്റ്മെന്റ് ഏരിയാസ് എന്ന് പറയുന്നത് സെമിനാർ റൂംസ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രധാനപ്പെട്ട ട്രീറ്റ്മെന്റ് ഏരിയകൾ ഏതൊക്കെയാണ്? എമർജൻസി റൂം, ഹൈപ്പർ അക്യൂട്ട് കണ്ടീഷൻസ് ഉള്ള സിറ്റുവേഷൻസിൽ പ്രധാനമായും ലൈഫ് ത്രെട്ടനിങ് ആൻഡ് ഹീമോറേജ് അല്ലെങ്കിൽ എന്താണ് അമിത രക്തസ്രാവം മൂലം ഉണ്ടാകുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ ജീവന ഭീഷണിയാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള സിറ്റുവേഷൻസ്. സർജറി എന്തിനൊക്കെ ആവശ്യമായിട്ട് വരാം? സീരിയസ് ആയിട്ടുള്ള കാഷ്വാലിറ്റീസ്, ചെസ്റ്റ് അബ്ഡോമിനൽ ട്രോമ, ഓപ്പൺ ഫ്രാക്ചേഴ്സ് എക്സെട്ര. ഡെലിവറി സൂട്ടിൽ ആരൊക്കെ വരുന്നുണ്ട്? വുമൺ ഇൻ ലേബർ, കോംപ്ലിക്കേഷൻസ് ഓഫ് പ്രഗ്നൻസി, ട്രോമാറ്റൈസ്ഡ് പ്രഗ്നന്റ് വുമൺ. ഐസിയുലെ മെഡിക്കൽ എമർജൻസീസ് ആണ് ട്രീറ്റ് ചെയ്യുന്നത്. OPD എന്താണ്? മൈനർ ഇഞ്ചുറീസ് ആൻഡ് ആംബുലേറ്ററി പേഷ്യൻസ്. റേഡിയോളജിയിൽ ഫ്രാക്ചേഴ്സ്, റേഡിയോളജിയിൽ എന്താണ്? ഫ്രാക്ചേഴ്സ് ടു ഓർത്തോപീഡിയാക്സ് ആൻഡ് ഓക്കെ. എമർജൻസി റൂമില് അൺസാൽവേജബിൾ കേസസ്. സൈക്കാട്രിയില് ഹിസ്റ്റീരിയ, ബിഹേവിയറൽ എമർജൻസീസ്. മെഡിക്കേഷൻ റൂമില് ഇമോഷണലി ഡിസ്റ്റർബ്ഡ് പേഷ്യൻസ്. സെമിനാർ റൂമില് അൺഇൻജുർഡ് ഡിസ്ചാർജ് ഓഫ് പേഷ്യൻസ്, റിലേറ്റീവ്സ്. ഇതാണ് പ്രധാനപ്പെട്ട ട്രീറ്റ്മെന്റ് ഏരിയാസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിവിടെ സോർട്ട് ചെയ്ത പേഷ്യൻസ് ലെവലേ, ഈ സോർട്ട് ചെയ്ത പേഷ്യൻസിനെയൊക്കെ ഇങ്ങോട്ടൊക്കെയാണ് കൊണ്ടുപോകുന്നത്, ഈ പ്രധാനപ്പെട്ട ഏരിയാസിലേക്കാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിക്കണം കേട്ടോ. ഓക്കെ, ഇനി definite care initiated as soon as possible. Definite care initiated as soon as possible. എന്താണ്? പരിക്കേറ്റവർക്ക് നമ്മൾ എത്രയും വേഗം അവർക്ക് ചികിത്സ കൊടുക്കുക അല്ലെ, അതാണ് ആദ്യം ചെയ്യേണ്ടത്. പരിക്കേറ്റവർക്ക് നമുക്ക് ഒട്ടും വൈകാതെ ഒട്ടും ഡിലേ വരുത്താതെ തന്നെ അവർക്ക് എന്താണ് എത്രയും പെട്ടെന്ന് തന്നെ ചികിത്സ കൊടുക്കുക. ഇനിഷ്യേറ്റീവ് ആയിട്ടുള്ള ഒരു കെയർ അവർക്ക് എത്രയും പെട്ടെന്ന് ഡെഫിനറ്റ് കെയർ കൊടുക്കുക. Then data received, recorded and directed to the business office, admitting office and public relation office for coordination and release. ഇനി എല്ലാവരെയും നമ്മളെ ഓരോ ഏരിയാസിലേക്ക് കൊണ്ടുപോയതിനു ശേഷം ഏതൊക്കെ പേഷ്യൻസ് എവിടെയാണെന്നുള്ളത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ, ആരൊക്കെ എവിടെയാണ്. ഇപ്പൊ നമ്മൾ പേഷ്യൻസിനെ ടാഗ് ചെയ്തിട്ടുണ്ട്, അതിനനുസരിച്ച് നമ്മളെല്ലാം ആ രജിസ്റ്റേഴ്സിലൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇൻ കേസ് പേപ്പർ റെക്കോർഡ്സും വരാം, അതുപോലെ തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് റെക്കോർഡ്സിൽ നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, ഈ റെക്കോർഡ്സുകളൊക്കെ എന്താണ് നമ്മൾ ബിസിനസ് ഓഫീസിലേക്ക് അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻ ഓഫീസിലേക്ക് എന്താണ് ഇതൊക്കെ റിലീസ് ചെയ്യും. കാരണം ഇതിന്റെ ഇൻഫോർമേഷൻസ് എത്ര പേഷ്യൻസ് ഹോസ്പിറ്റലിനകത്ത് വന്നിട്ടുണ്ട്, എത്ര പേഷ്യൻസ് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലുണ്ട് എന്നുള്ള ഇൻഫർമേഷൻസ് നമ്മൾ പബ്ലിക്കിനും കൊടുക്കേണ്ടതുണ്ട്, ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ മറ്റ് ഹെഡ് ഓഫീസിലേക്കൊക്കെ അറിയിക്കേണ്ട സിറ്റുവേഷൻസ് റിലീസ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ ഈ കംപ്ലീറ്റ് ഡാറ്റാസ് എന്താണ് നമ്മൾ റിസീവ് ചെയ്യും, അതൊക്കെ റെക്കോർഡ് ചെയ്തതിനു ശേഷം അത് റിലീസ് ചെയ്യേണ്ട പ്ലേസസിലേക്ക് നമ്മൾ റിലീസ് ചെയ്യും. പ്ലസ് നമ്മൾ മീഡിയയിൽ വരെ അല്ലെ, മീഡിയക്ക് വരെ നമ്മൾ പറയാറില്ല, ന്യൂസ് കാണുന്ന സമയത്ത് 240 പേർക്ക് ഇത്ര പരിക്കേറ്റിട്ടുണ്ട്, 2 പേരിൽ മരണപ്പെട്ടു, 3 പേർക്ക് ഗുരുതരമായ പരിക്കോടുകൂടി അല്ലെങ്കിൽ ICUലാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ന്യൂസിൽ കേട്ടിട്ടില്ലേ. ഓക്കെ, ഇത്രയും കറക്റ്റ് എണ്ണം അങ്ങനെയാണ് കിട്ടുന്നത്. ആ ഈ ഡാറ്റാസ് ഒക്കെ കറക്റ്റ് ആയിട്ട് വെരിഫൈ ചെയ്തതിനു ശേഷമാണ് ഇൻഫർമേഷൻസ് മീഡിയക്കും മറ്റ് പത്രമാധ്യമങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, ദെൻ
Patients who are discharged are directed to admitting or discharge office. എന്താണ്? Patient who are discharged are directed to admitting discharge office. ഏതെങ്കിലും പേഷ്യൻസിന് ഇൻ കേസ് കുഴപ്പമൊന്നും ഇല്ലെന്നാണ് നമ്മൾ എന്ത് ചെയ്യും? ചെറിയ കേസസുകളൊക്കെ ചെറിയ ഇഞ്ചുറീസ് ഒക്കെ ഉള്ള പേഷ്യൻസിന് നമ്മൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് തന്നെ നമ്മൾ പരിശോധിച്ചതിന് ശേഷം അവർ ഡിസ്ചാർജ് ചെയ്യും അല്ലെ? അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത പേഷ്യൻസിനെ നമ്മൾ എങ്ങോട്ടേക്കാണ് വിടേണ്ടത്? ഡയറക്റ്റഡ് ടു അഡ്മിറ്റിംഗ് ഡിസ്ചാർജ് ഓഫീസിലേക്ക് വിടേണ്ടത് അല്ലെ? ഡിസ്ചാർജ് ഓഫീസിൽ പോയി ഡിസ്ചാർജ് ആണെന്നുള്ളത് കൊടുത്തതിന് ശേഷം മാത്രം ഒരിക്കലും അവർക്ക് അവിടെ പോകാനായിട്ട് അനുവാദം ഉണ്ടാവുള്ളൂ. Then disaster chief or medical director, director of nursing, CEO may authorize an all clear announcement. ഒരു മിസ്റ്റേക്ക് പറ്റി. എന്താണോ ഇവിടെ പേഷ്യൻസ് ഹു ആർ ഡിസ്ചാർജ് എന്ന് പറഞ്ഞത് നമ്മളെ എല്ലാ പേഷ്യൻസ് വരെ മൈനർ ഇഞ്ചറി മാത്രമല്ല, ഏതെങ്കിലും പേഷ്യൻസ് ചിലപ്പോൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടവരുണ്ടാവാം അല്ലെ? ചിലപ്പോ നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള ചിലപ്പോൾ ജീവന്റെ എന്താ പറയാ ആയുസിന്റെ ഫലം കൊണ്ട് രക്ഷപ്പെട്ട കുറെ ആൾക്കാരുണ്ടാവും. അപ്പൊ ഇതെല്ലാം എല്ലാ കേസസും കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഡിസ്ചാർജ് ആയി ഉറപ്പ് വരുത്തിയതിനു ശേഷം അല്ലെങ്കിൽ ഇത്ര പേരെ മാറ്റിയതിനു ശേഷമാണ് ഡിസാസ്റ്റർ ചീഫോ ഡയറക്ടർ ഓഫ് നഴ്സിംഗോ അല്ലെങ്കിൽ സിഇഒ ഇതിലാരെങ്കിലും ഓതറൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഇൻഡിവിജ്വൽ ആയിരിക്കുള്ളൂ എന്ത് അനൗൺസ് ചെയ്യുന്നത്? ഓൾ ക്ലിയർ അനൗൺസ്മെന്റ്. അതായത് ഈ ഓൾ ക്ലിയർ അനൗൺസ്മെന്റിന്റെ പ്രത്യേകത എന്താണ്? അതൊരു അലേർട്ടേഷൻ ആണ് അല്ലെ? അതായത് ദുരന്തം ഏകദേശം അവസാനിച്ചു എന്നൊരു അലേർട്ടേഷൻ ആണെങ്കിൽ ഓൾ ക്ലിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവരാരെങ്കിലും അനൗൺസ് ചെയ്യുന്നത്. The telephone operator will then make an all clear announcement over the public address system. Address system എന്നാണ് കേട്ടോ, സിസ്റ്റം എന്നാണ് ടെക്സ്റ്റിൽ കിടക്കുന്നത്. സിസ്റ്റം പബ്ലിക് അഡ്രസ് സിസ്റ്റം എന്നാക്കണം കേട്ടോ. ഓക്കെ, she or he will announce Scott Green. അപ്പോ ആദ്യം ആരാണ് ഇത് അനൗൺസ് ചെയ്യുന്നത്? എന്നാലും നമ്മൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആണ് എന്ത് പറയുന്നത്? ഈ ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് പുറപ്പെടുവിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ടെലിഫോൺ ഓപ്പറേറ്റർ, അത് ആണാവാം പെണ്ണാവാം, ആരോ ആണെങ്കിൽ എന്താണ് പബ്ലിക്കിന് അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൊതു അറിവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ അറിവിനേക്ക് വേണ്ടിയിട്ട് നമ്മൾ കോഡ് ഗ്രീൻ പുറപ്പെടുവിക്കും. കോഡ് ഗ്രീൻ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഡിസാസ്റ്റർ അവസാനിച്ചു അല്ലെങ്കിൽ ഡിസാസ്റ്റർ പിൻവലിക്കുന്നു എന്നുള്ള ഒരു കോഡാണ് എന്ത്? കോഡ് ഗ്രീൻ എന്ന് പറയുന്നത്. അതായത് എല്ലാത്തരം പ്രക്രിയകളും എല്ലാ പ്രോസസ്സും ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട എല്ലാ പ്രഖ്യാപനങ്ങളും അവസാനിച്ചു എന്നുള്ളതാണ് എന്ത്? ഓൾ ക്ലിയർ അനൗൺസ്മെന്റ്. അപ്പൊ അതിന് നമ്മൾ പുറപ്പെടുവിക്കുന്ന കോഡ് എന്ന് പറയുന്നത് ഏത് കളർ കോഡാണ്? കോഡ് ഗ്രീൻ അല്ലെ? യെസ്. ഇതോടുകൂടി എന്താണ്? ഡിസാസ്റ്റർ അവസാനിച്ചു. ഓക്കെ, ഡിസാസ്റ്റർ ഫേസിന്റെ ആദ്യ ഘട്ടങ്ങൾ അവസാനിച്ചു. ഇനി ഡിസാസ്റ്റർ ഡീആക്ടിവേറ്റ് ചെയ്യണം നമുക്ക് അല്ലെ? ഡിസാസ്റ്റർ ഡീആക്ടിവേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് കൊടുത്തു, എല്ലാം കഴിഞ്ഞു എന്നുള്ളൊരു അനൗൺസ്മെന്റ് കൊടുത്തു. പക്ഷെ തീർന്നോ? ഇല്ല. എന്താണ്? ഡിസാസ്റ്റർ ഡീആക്ടിവേഷൻ ചെയ്യണം. അതിന് നമ്മൾ മറ്റൊരു പേരും പറയാറുണ്ട്. ഡിസാസ്റ്റർ ഡീആക്ടിവേഷൻ പറയുന്ന മറ്റൊരു പേരാണ് ഡിമൊബിലൈസേഷൻ ഫേസ്. കേട്ടോ, ഡിസാസ്റ്റർ ഡീആക്ടിവേഷന്റെ മറ്റൊരു പേരാണ് ഡിമൊബിലൈസേഷൻ ഫേസ്. അണ്ടർലൈൻ ചെയ്തേ. Declaring the disaster to be over, the decision to deactivate the hospital emergency plan should be taken after exact evaluation of the situation by the incident commander and other hospital administrators. ഇനി നമ്മൾ ഈ ഡിആക്ടിവേറ്റ് ചെയ്തതിനു ശേഷം ഇതിനൊന്ന് വിലയിരുത്തേണ്ടതുണ്ട്, കൃത്യമായ ഒരു ഇവാലുവേഷൻ നടത്തേണ്ടതുണ്ട്. ആരാണ് അത് ഇവാലുവേറ്റ് ചെയ്യുന്നത്? അതായത് ഈ ഡിആക്ടിവേഷൻ നടത്തുന്നതിന് മുമ്പായിട്ട് ഈ എമർജൻസി പ്ലാനുമായി ബന്ധപ്പെട്ട ഈ എല്ലാ സിറ്റുവേഷൻസും ഇൻസിഡന്റ് കമാൻഡർ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഇത് വിലയിരുത്തും അല്ലെ? എല്ലാം ഓക്കെ ആണോ എന്ന് കൂടി ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട്. ഇൻ കേസ് the deactivation should not be too early or too late. It is very difficult to reactivate the emergency plan once it has been declared over because staff tiredness starts with the which is difficult to overcome. അതായത് ഇവരിപ്പോ ഈ വാലുവേഷൻ നടത്തുന്ന സമയത്ത് ഏതെങ്കിലും ഏരിയാസിൽ ഇത് കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഇപ്പോഴും ഈ ഡിസാസ്റ്റർ ഫേസിലെ പ്രോസസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താണ്? ഓൾറെഡി നമ്മൾ ഇത് അനൗൺസ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തു. അപ്പോ ബാക്കി എല്ലാ സ്റ്റാഫുകളും എന്താണ്? ഓൾറെഡി ഇത്രയും ഒരു വലിയൊരു ഫേസ് കഴിഞ്ഞിരിക്കുകയാണ് അല്ലെ? ആ ഒരു ആക്ടിവേഷൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എന്താണ്? എല്ലാവരും എന്താണ് എങ്ങനെ ഇരിക്കുകയാണ്? ടയേർഡ് ആയിരിക്കുകയാണ്. എല്ലാ സ്റ്റാഫുകളും ടയേർഡ് ആയിരിക്കുന്ന സമയമാണ് അല്ലെ? ആ സമയത്ത് പിന്നെയും നമ്മള്
പിന്നെയും നമ്മൾ പിന്നെ രണ്ടാമതൊന്ന് റെഡി ആവണമെന്ന് പറഞ്ഞാൽ എന്താണ്, ആ ക്ഷീണത്തിൽ അവർക്ക് അല്ലെങ്കിൽ ആ ടൈംനെസ്സിൽ അവർക്ക് പിന്നെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം എന്ത് കൊടുക്കേണ്ടത്, ഡീആക്ടിവേഷൻ ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ ഡീആക്ടിവേറ്റ് ചെയ്യരുത്. അതായത് ഇതെല്ലാം എല്ലാ മേഖലയിലെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു എന്നതിന് ശേഷം മാത്രമാണ് ഈ പ്ലാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡീആക്ടിവേറ്റ് ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം എന്താണ്, പിന്നെയും രണ്ടാമത് പ്രിപ്പയർഡ് ആവാനായിട്ട് സ്റ്റാഫുകൾ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താണ്, ഒരു എമർജൻസി പ്ലാനുമായി ബന്ധപ്പെട്ട് ഓൾറെഡി അവര് ടയേർഡ് ആയിട്ടുണ്ടായിരിക്കും. അവർക്ക് അതിൽ നിന്ന് പിന്നീട് റെഡി ആവാനായിട്ട് അതൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോസസ് ആയിരിക്കും. അപ്പോൾ എല്ലാ ഇവാലുവേഷന് ശേഷം മാത്രമായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഡിസാസ്റ്റർ നമ്മൾ ഡീആക്ടിവേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, പിള്ളേരെ മനസ്സിലായോ? ഓക്കെ, ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് ഈ ഡിസാസ്റ്റർ ഡീആക്ടിവേഷന് ഡിമൊബിലൈസേഷൻ ഫേസ് എന്ന് പറയുന്നത് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഇവിടെ 4 ക്വസ്റ്റ്യൻ മാത്രമേ ചോദിക്കാറുള്ളൂ കേട്ടോ. യെസ്, അപ്പൊ നമ്മൾ ഡീആക്ടിവേറ്റ് ചെയ്തു, അല്ലെങ്കിൽ പ്ലാൻ എന്താണ്, നമ്മുടെ ദുരന്തം അവസാനിച്ചെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള കുറച്ച് പേര് നമ്മൾ ഇത് അറിയിക്കേണ്ടതുണ്ട് അല്ലെ. ഹോസ്പിറ്റലിനകത്തല്ലാതെ പുറത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയിക്കേണ്ടത്. എന്തൊക്കെയാണ്, പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കുറച്ച് ഡ്യൂട്ടീസ് അവിടെ വരുന്നുണ്ട്. എന്തൊക്കെയാണ് പബ്ലിക് റിലേഷൻ അവിടെ ചെയ്യേണ്ടി വരുന്നത്? ഇഷ്യൂ ഇൻഫോർമേഷൻ ആൻഡ് മെസ്സേജസ് ടു മീഡിയ. ഇഷ്യൂസ്, ഇൻഫോർമേഷൻ ആൻഡ് മെസ്സേജസ് ടു മീഡിയ. അതായത് ദുരന്ത പ്രഖ്യാപനം അല്ലെങ്കിൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഡിസാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ എല്ലാ കാര്യങ്ങളും, എല്ലാ പ്രോസസ് അവസാനിച്ചു എന്ന് നമ്മള് മീഡിയക്ക് മെസ്സേജ് കൊടുക്കുക അല്ലെ, അവർക്ക് ഇൻഫോം ചെയ്യുക. Then act as a mediator between administration and patient relatives. ഈ പബ്ലിക് റിലേഷൻ അല്ലെങ്കിൽ PRD ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ അഡ്മിനിസ്ട്രേഷനും അല്ലെങ്കിൽ പേഷ്യന്റ് റിലേറ്റീവ്സിനും ഇടയിൽ ഒരു മീഡിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്യേണ്ടത്. കാരണം ഹോസ്പിറ്റലിലെ എല്ലാ ഇൻഫർമേഷൻസും പറഞ്ഞു കൊടുക്കേണ്ടത് ആരാണ്, പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, അപ്പൊ ദുരന്തവുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ഒരു മീഡിയേറ്റർ എന്ന നിലയിൽ അഡ്മിനിസ്ട്രേറ്റർക്കും പേഷ്യന്റ് റിലേറ്റീവ്സിനും ഇടയിൽ അദ്ദേഹമാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, മീഡിയേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. Then centralize information about casualties. Centralize information about casualties. എന്താണ് centralize information about casualties എന്ന് പറയുന്നത്? പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ്? centralizes information about casualties എന്ന് പറഞ്ഞ എന്താ പിള്ളേരെ? എന്താണ്? അപകടത്തിൽപ്പെട്ട എല്ലാവരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമ്മൾ സെൻട്രലൈസ് ചെയ്യണം അല്ലെ. അതായത് കാഷ്വാലിറ്റീസിൽ വന്നിരിക്കുന്ന എല്ലാത്തരം ഇൻഫർമേഷൻസ്, എല്ലാ പേഷ്യൻസുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവരുടെ പേര് ഉൾപ്പെടെ അല്ലെങ്കിൽ ഏതൊക്കെ കേസസ് ആണ് വന്നത് എന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, സെൻട്രലൈസ് ചെയ്യുക. അല്ലെങ്കിൽ അപകടപ്പെട്ടവരെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം തന്നെ കേന്ദ്രീകരിക്കേണ്ടത് ആരാണ്, പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ദെൻ അടുത്തത് കൺട്രോൾസ് ഓൾ ഫോട്ടോഗ്രാഫ്സ്. കൺട്രോൾസ് ഓഫ് ഓൾ ഫോട്ടോഗ്രാഫ്സ്. എന്താണ് കൺട്രോൾസ് ഓഫ് ഫോട്ടോഗ്രാഫ്സ് എന്ന് പറയുന്നത്? എല്ലാ ഫോട്ടോഗ്രാഫുകളും നിയന്ത്രിക്കണം അല്ലെ. അതായത് ഒരു സിറ്റുവേഷൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അകത്തേക്ക് മീഡിയയുടെ അതിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നതായിരിക്കും. അപ്പൊ എല്ലാത്തിനും നിയന്ത്രണം വെക്കും അല്ലെ. കഴിഞ്ഞതിന് ശേഷം അതിന്റെ അകത്തേക്ക് പിന്നെ ആരെയും തന്നെ അതിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നതല്ല. Then prepare and post updated casualty list. Prepare and post updated casualty list. എന്താണ്? Prepares and post updated casualty list. പറയാ എന്താണ്? എന്ത് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്? എന്ത് പ്രിപ്പയർ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്? കാഷ്വാലിറ്റി ലിസ്റ്റുകൾ നമ്മൾ കൃത്യമായിട്ട് പോസ്റ്റ് ചെയ്യുക, അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക അല്ലെ. ഏതൊക്കെ പേഷ്യൻസ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര പേര് ഡിസ്ചാർജ് ചെയ്യല, എത്ര പേര് നില ഗുരുതരമാണ് എന്ന കാര്യങ്ങളൊക്കെ എന്താണ് ആ ഒരു കാഷ്വാലിറ്റി ലിസ്റ്റ് നമ്മൾ കൃത്യമായി പ്രിപ്പയർ ചെയ്യുകയും അത് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ഓക്കെ, യെസ്, കഴിഞ്ഞത്.
പബ്ലിക് റിലേഷൻ ഉറപ്പുവരുത്തേണ്ട കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയിൽ വരുന്നത് എല്ലാ ഇൻഫർമേഷൻസും മീഡിയക്ക് അറിയിക്കുക. അതോടൊപ്പം തന്നെ എന്താണ് പേഷ്യൻസിനും അഡ്മിനിസ്ട്രേറ്റർക്കും ഇടയിൽ ഒരു മീഡിയേറ്റർ എന്ന നിലയിലാണ് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ എന്താണ് കാഷ്വാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും കേന്ദ്രീകരിക്കുന്നു, എല്ലാ ഫോട്ടോഗ്രാഫ്സും നിയന്ത്രിക്കുന്നു. അതോടൊപ്പം തന്നെ എന്താണ് കാഷ്വാലിറ്റി ലിസ്റ്റുകളെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതും പ്രിപ്പയർ ചെയ്യുന്നതും പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, മനസ്സിലായോ? ഇതുകൂടെ ഒന്ന് പറയട്ടെ കേട്ടോ. In the emergency department, personnel remain their area, differ all daily activities. ഇനി ഈ ഒരു സിറ്റുവേഷൻസിൽ, ഡിസാസ്റ്റർ സിറ്റുവേഷൻസിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പേഴ്സണൽ ഉദ്ദേശിക്കുന്ന ആരെയാണ്? സ്റ്റാഫുകൾ അല്ലെ. അതായത് അത്യാഹിത വിഭാഗത്തിലെ ജീവനക്കാര് അവരുടെ തൊഴിൽ മേഖലയിലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള അവരുടെ ആക്ടിവിറ്റീസ്, ആ ഒരു സമയത്ത് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നാണ് അവിടെ പറയുന്നത്. Be prepared to receive and help disaster casualties, need urgent life-saving measures. എപ്പോഴും എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാരൻ എന്താണ്? എപ്പോഴും വില്ലിംഗ് ആയിരിക്കണം. പ്രത്യേകിച്ച് ലൈഫ് സേവിംഗ് സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ ഏതുതരം ഹെൽപ്പും കൊടുക്കാനായിട്ട് അല്ലെ, ഏതുതരം അടിയന്തരാവസ്ഥ സിറ്റുവേഷൻസ് വന്നാലും അവരെ സഹായിക്കുന്നതിനും ദുരിതബാധിതത്തിന് നമ്മൾ സ്വീകരിക്കുന്നതിനും എപ്പോഴും സ്റ്റാഫുകൾ റെഡി ആയിരിക്കണം അല്ലെ. എത്ര പേഷ്യൻസ് വന്നാലും അവരെ സ്വീകരിക്കാനുള്ള ഒരു മനോഭാവത്തോടു കൂടിയായിരിക്കണം എമർജൻസി പേഴ്സണൽസ് അവിടെ വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, then see that extra nurses are assigned from the floor. See that extra nurses are assigned from the floors. അങ്ങനെയാണ് നിങ്ങളുടെ ടെക്സ്റ്റ് കിടക്കുന്നത്. സി എന്ന് തന്നെയാണോ? ഓക്കെ, എന്താണ് നമ്മൾ ഓരോ ഫ്ലോർസുകൾ എന്താണ് എത്രയോ നഴ്സുകൾ അല്ലെങ്കിൽ അധികമായിട്ടുള്ള സ്റ്റാഫുകൾ എവിടെയൊക്കെ നിലനിർത്തണം, കൃത്യമായിട്ട് അവർ അസൈൻ ചെയ്യുക. ഏതൊക്കെ സ്റ്റാഫുകളെ കൂടുതലായിട്ട് എവിടെ വേണം എന്നുള്ളത് കൃത്യമായിട്ട് അതിനനുസരിച്ച് അവിടെ നിലനിർത്തേണ്ടതുണ്ട്. Then are accountable that crash carts are brought and kept in readiness in the triage area. Are accountable that crash carts എന്ന് പറയുന്നത് എന്താണ്? crash carts triage ഏരിയയിൽ എപ്പോഴും അത് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. crash carts എന്താണ്? നമ്മള് എമർജൻസിയുടെ അല്ലെങ്കിൽ ED ഡിപ്പാർട്ട്മെന്റിനകത്തൊരു എന്താ പറയാ പേരെന്താണോ? ഫ്ലൈറ്റ് ക്രാഷ് അല്ല, ക്രാഷ് കാർഡ്സ്, എല്ലാ മെറ്റീരിയൽസ് ഉള്ള ഒരു ട്രോളി കണ്ടിട്ടില്ല നിങ്ങള്? ഇങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പെട്ടെന്ന് വലിച്ചായിരിക്കും അതിൽ എല്ലാ സാധനങ്ങളും ഉണ്ടായിരിക്കും. എന്നാലും സാധാരണ മെഡിസിൻസ് ഉണ്ടാവും, മാസ്ക് ഉണ്ടായിരിക്കും, പിന്നെ എന്താണ് ടെർമോമീറ്റർ തുടങ്ങിയ എല്ലാ മിക്ക ഡിവൈസസ് അതിനകത്ത് ഉണ്ടായിരിക്കും. നമ്മള് കാഷ്വാലിറ്റി കയറുമ്പോ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഒരു ഡോക്ടർക്ക് അങ്ങോട്ട് വലിച്ച് ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വലിച്ച് ഇങ്ങോട്ട് വരും, അങ്ങനെ എല്ലായിടത്തും എത്തുന്ന തരത്തില്. ഓക്കെ, അത് കാർഡ്സുകളായിട്ടാണ് കൊടുക്കുന്നത്. നമ്മുടെ ട്രോളി പോലെ ഇരിക്കും, പക്ഷെ അതിന്റെ പിക്ചർ ഞാൻ കാണിച്ചു തരാം. എക്യുപ്മെന്റ് ട്രോളിയാണ് കാണിച്ചു തരാം കേട്ടോ. ഞാൻ പറയാം. കാണാമോ നിങ്ങൾക്ക്? ഉണ്ടോ? പിന്നെ ഇവിടെ നിന്ന് എങ്ങനെ വലിച്ചാൽ ഇവിടെ ഒരു എന്താണ് വീലുണ്ട്, ആ വീലിനനുസരിച്ച് ഇതെങ്കിലും മൂവ് ചെയ്യും. ഓക്കെ, നേരിട്ട് കണ്ടിട്ടുണ്ടാവും കേട്ടോ, ശ്രദ്ധിക്കാഞ്ഞിട്ടായിരിക്കുള്ളൂ. പല ടൈപ്സിൽ കാണാൻ പറ്റും. ക്യാഷ് കാർഡ് ട്രോളി എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പൊ പ്രത്യേകിച്ച് ഒരു എമർജൻസി സിറ്റുവേഷൻസിൽ എന്താണ് ക്യാഷ് കാർഡ്സിലെ എല്ലാ മെറ്റീരിയൽസും അതിൽ അവൈലബിൾ ആയിരിക്കും. എപ്പോഴും അത് റെഡിനെസ് ആയിട്ട് തന്നെ സ്റ്റാഫുകൾക്ക് എടുക്കാവുന്ന ഭാഗത്തിൽ തന്നെ അത് ട്രൈ ചെയ്തതിൽ ഇത്രയും പെട്ടെന്ന് റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. Then make sure that portable X-ray machine brought and kept in emergency department. Make sure that a portable X-ray machine brought and kept in emergency department. പിന്നെ ഉറപ്പുവരുത്തേണ്ട എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം? പോർട്ടബിൾ എക്സ്റേ, പ്രത്യേകിച്ച് പോർട്ടബിൾ ആയിട്ടുള്ള എക്സ്റേസ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടെന്ന് എമർജൻസി പേഴ്സണൽസ് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഓക്കെ, യെസ്, അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പോർട്ടബിൾ ആയിട്ടുള്ള എക്സ്റേസ് അവിടെ തന്നെ കൃത്യമായിട്ടുണ്ടോ എന്നാലും ആരും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പേഴ്സണൽസ് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അപ്പൊ അവരുടെ ഡെയിലി ആക്ടിവിറ്റീസിൽ അവരെപ്പോഴും വില്ലിംഗ് ആയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, ഡിസാസ്റ്ററിൽ വരുന്ന കാഷ്വാലിറ്റി ലൈഫ് സേവിംഗ് സിറ്റുവേഷൻസിൽ എപ്പോഴും അവർ റെഡി ആയിട്ടിരിക്കുക അല്ലെ.
പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. പിന്നെന്താണ്, എല്ലാ ഫ്ലോർസിനും ആവശ്യത്തിലധികം നഴ്സസുമാരെ നിലനിർത്തേണ്ടതുണ്ട്. പിന്നെ ക്രാഷ് കാർഡ്സുകൾ എപ്പോഴും റീഡിലി അവൈലബിൾ ആയിരിക്കണം. ദെൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ സൂക്ഷിക്കുന്ന പോർട്ടബിൾ ആയിട്ടുള്ള എക്സ്റേകൾ അവിടെ ഉണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഓക്കെ, ഓക്കെ. അയ്യോ, ടീച്ചർ ഒരു കാര്യം ചോദിക്കണമെന്ന് വിട്ടുപോയി. നിങ്ങള് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക്? സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇൻ ദ ഹോസ്പിറ്റൽ. എടുത്തിട്ടില്ല. ലിനൻ സർവീസസോ, ഹോസ്പിറ്റൽ ലിനൻ സർവീസസ് എടുത്തിട്ടില്ല അല്ലെ? നാളെ ക്ലാസ് ഇല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻഫർമേഷൻ കൊടുത്തിട്ടുള്ളതുണ്ടായിരിക്കും കേട്ടോ. ക്ലാസ്സിൽ കയറിയപ്പോ പറഞ്ഞിരുന്നു. അപ്പൊ ഇനി എത്ര ചാപ്റ്റർ ഉണ്ട്? സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇൻ ദ ഹോസ്പിറ്റല്, ലൗണ്ടറി സർവീസസ് അല്ലെ? ലൗണ്ടറി സർവീസ്. ഹൗസ് കീപ്പിംഗ് കഴിഞ്ഞോ? ഹൗസ് കീപ്പിംഗ് സർവീസസ് ഡയറക്ടറേറ്റ് കഴിഞ്ഞോ? പിന്നെ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് ഇല്ലേ? ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ്. ഓക്കെ, ഇനിയിപ്പോ നമ്മുടെ മുന്നിലെ 3 ചാപ്റ്റേഴ്സ് ആണ്. ബാക്കി സേഫ്റ്റിയും ലൗണ്ടറിയും ചെറിയ ചാപ്റ്റേഴ്സ് ആണ്. ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് ആണ് കുറച്ച് വലുത്. ഇത്ര എടുക്കുന്നുള്ളൂ കേട്ടോ, മതിയില്ലേ? എന്നാ പറയാം ഇതുപോലെ. ഇനി കുറച്ച് കാര്യങ്ങൾ വരുന്നുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് കോഡിലേക്ക് കിടക്കാം. കോഡ് തുടങ്ങിയാൽ പെട്ടെന്ന് തീരും. ഓക്കെ, താങ്ക് യു പറഞ്ഞാണോ ഇത്ര പെട്ടെന്ന്? മൊഡ്യൂൾ 4 എടുക്കുമല്ലോ. മൊഡ്യൂൾ 4-ലല്ലേ ലൗണ്ടറി ഒക്കെ കിടക്കുന്നത്? ലൗണ്ടറി സർവീസസ് മൊഡ്യൂൾ 4-ലാണോ? അതെ, എടുക്കുമ്പോ എക്സാമിന് മുമ്പ് എല്ലാം തീരുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സേഫ്റ്റി സെക്യൂരിറ്റിയും ലൗണ്ടറി എടുത്തതിന് ശേഷം ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് എടുക്കാം. അല്ലെങ്കിൽ അത് പെട്ടെന്ന് തീരില്ല, പതിയെ എടുത്ത് പോയാൽ മതി. അതാണ്. ഓക്കെ, അപ്പൊ ശരി. അപ്പോ അഡ്വാൻസ് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ കേട്ടോ. താങ്ക് യു.